ഇതേ അധികം ബഹളങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്പെഷ്യൽ ഒരു ബീഫ് കറിയുടെ റെസിപ്പി കണ്ടാലോ. ഇത് വെരി സ്പെഷ്യലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ എയർ ഫ്രൈനകത്ത് വെച്ച് ഒന്ന് വാടാൻ വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഉലുവാപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രൈഡ് ഒണിയൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഇതിനകത്ത് ഇട്ടിരുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ഇതിനകത്തിട്ട് ഒന്ന് മൂപ്പിച്ചു. ഒരുപാട് മൂപ്പിച്ചില്ല, ഇതെല്ലാം കൂടെ പേസ്റ്റാക്കി എടുത്തു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് പോയി നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ വാടിയിരിപ്പുണ്ട്. അതെടുത്തൊരു പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് ഈ മസാലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബീഫും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിത് സ്ലോ കുക്കാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ ഒട്ടും എണ്ണ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ഇവിടെ. നമ്മുടെ പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ബീഫെല്ലാം കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് സ്ലോ കുക്കല്ല ചെയ്യുന്നത്. ഞാൻ കുക്ക് ചെയ്തെടുത്തു. അവസാനം നമുക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിക്കാം, അല്ലെ ആദ്യം വേണമെങ്കിലും എണ്ണ ഒഴിച്ച് കടുക് താളിക്കാം കേട്ടോ. ഇത് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയാണ്. പൊറോട്ടയുടെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിലും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.